ഏറ്റുമാനൂരിൽ ട്രെയിന് മുന്നിൽ ചാടി അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാതാവ് ഷൈനിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെടുത്തിരിക്കുകയാണ്. ഏറ്റുമാനൂരിലെ ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെടുത്തിരിക്കുന്നത്. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതിന്റെ തലേന്ന് ഷൈനിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായിരുന്നു നോബിയുടെ മൊഴി നൽകിയിരുന്നത്. ഫോണിലൂടെയുള്ള നോബിയുടെ സംസാരം ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ഫോൺ ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. നേരത്തെ ഷൈനിയുടെ മൊബൈൽ നമ്പറിന്റെ CDR വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഷൈനിയുടെ മൊബൈൽ ഫോൺ കേസിൽ നിർണായക തെളിവായി വന്നിരിക്കുകയാണ്. ഷൈനി എടുത്തിരുന്ന വായ്പയുമായി ബന്ധപ്പെട്ടാണ് നോബിയുമായി ഫോണിൽ സംസാരിച്ചതെന്നാണ് സൂചനകൾ മുഴുവൻ. പണം എങ്ങനെ അടയ്ക്കണമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഷൈനിയെ ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം നോബി ലൂക്കോസ് ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു. മദ്യലഹരിയിൽ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു. വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിന് അടക്കമുള്ള ചെലവ് നൽകില്ലെന്നും നോബി വ്യക്തമാക്കി. നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഇക്കാര്യങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. ഷൈനിയുടെ മൊബൈൽ ഫോൺ കിട്ടാതായതോടെ ഇതിനെല്ലാം ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുകയാണ്.